വെൽക്കം ടു ധൻ മലയാളം. ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ എന്തായാലും കാശ് ലോസ് ആകുന്നവരുടെ എണ്ണം വീണ്ടും കൂടുന്നു എന്ന് റീസെൻ്റായിട്ട് തന്നെ വീണ്ടും സെബിയുടെ ഒരു റിപ്പോർട്ടൊക്കെ വായിക്കാൻ ഇടയായി. അതിൽ പറയുന്ന കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 99% ഓഫ് ട്രേഡേഴ്സും ലൂസേഴ്സാണ്. ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നവർ എസ്പെഷ്യലി ബയ്യേഴ്സാണ്. അറൗണ്ട് 70% ഔട്ട് ഓഫ് ദ 99%-ൽ 70%-ഉം ബയ്യേഴ്സാണ് ലൂസ് ആകുന്നത്. അപ്പോൾ സെല്ലേഴ്സ് ലൂസ് ആകുന്നില്ലെന്ന് ചോദിച്ചാൽ ബാലൻസ് പെർസെൻറ്റേജ് സെല്ലേഴ്സും ലൂസ് ആകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ കുറച്ച് റീസെൻ്റ് റിസർച്ചസിലൊക്കെ ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ ഒരു പരീക്ഷണങ്ങളൊക്കെ സ്ഥിരം നടത്തുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് ഇൻസ്ട്രുമെൻ്റാണ് നമുക്ക് ഓപ്ഷൻ സെല്ലിംഗ് എന്നാൽ റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ നമുക്ക് നിർത്തുകയും വേണം, അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു റീസണബിൾ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ട്രാറ്റജി ഏതാണ്, അല്ലെങ്കിൽ അത് ഏത് ഇൻസ്ട്രുമെൻ്റാണ് എന്ന് ഒരു പരീക്ഷണം നടത്തി കേട്ടോ. തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, എന്നെ അറിയുന്ന സ്റ്റുഡൻസ് ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ ഞാൻ ആ സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തു, ഇൻക്ലൂഡിങ് മൈസെൽഫ്. ഞാനും അത് 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. സ്റ്റിൽ ഐ ആം ഹോൾഡിങ് ദ പൊസിഷൻ. ഓക്കെ, സോ അത് ഒരു സക്സസ്ഫുൾ സ്ട്രാറ്റജി തന്നെയാണ് എന്ന് ഇതുവരെ അത് എനിക്ക് പ്രൂവ് ചെയ്ത് തന്നു. സോ അപ്പോൾ അത്തരം ഒരു സ്ട്രാറ്റജി നിങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. അതിന് വേണ്ടുന്ന ഒരേ ഒരു ഇൻസ്ട്രുമെൻ്റ് മതി നമ്മൾക്ക് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് മിനിമം പക്ഷേ നമുക്കൊരു 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ വേണം ഫോർ ബിൽഡിംഗ് ദ സ്ട്രാറ്റജി. അതിന് നിലനിർത്തി കൊണ്ടുപോകാൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ്, നമുക്ക് വേറെ ഒരു ഇൻസ്ട്രുമെൻറ്റും വേണ്ട, നാച്ചുറൽ ഗ്യാസിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഏർണിങ്സ് നമുക്ക് ലഭിക്കും. ഈ പറയുന്ന ക്യാപിറ്റലിൽ നമുക്ക് റിസ്ക് കുറച്ച് റിവാർഡിൻ്റെ റേഷ്യോ നമുക്ക് കൂട്ടാനുള്ളൊരു പ്രോബബിലിറ്റിയും നമുക്ക് ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു ഫൈൻഡിങ്സ്. സോ ഫാർ ഇതുവരെയുള്ള ഫൈൻഡിങ്സ്. അത് എന്താണ് ഞാൻ ഫൈൻഡ് ചെയ്തതെന്നും എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നുള്ളതിൻ്റെ റീസൺ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിലൂടെ തന്നെ കാണിച്ചു തന്നിട്ട് ഞാൻ ആ സ്ട്രാറ്റജി എങ്ങനെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്നൊരു സ്ട്രാറ്റജി തന്നെയാണത് തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ഞാൻ ഈ പറയുന്ന നമ്മുടെ പ്രോസസ്സിലൂടെ കടന്നു പോവുക. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കൃത്യമായിട്ട് കണ്ടാൽ മാത്രം നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇന്ന് രാവിലെ പോലും എന്നോട് എൻ്റെ ഒരു മെമ്പർ സ്ക്രീൻഷോട്ടിൽ എനിക്ക് ഞാൻ ഈ പറഞ്ഞു കൊടുത്ത സാധനം അദ്ദേഹത്തിനും ഇതേമാതിരി ഒരുപാട് ട്രേഡ് ചെയ്തു, ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തു, ലോസ് വന്നു എന്നൊക്കെ എന്നോട് സങ്കടം പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഒരു മെമ്പർ ഇന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ടു. അറൗണ്ട് 2-3 ദിവസം മുന്നേ ഞാൻ അദ്ദേഹത്തിന് ഈ സ്ട്രാറ്റജിയും പറഞ്ഞു കൊടുത്തു, ഡിപ്ലോയും ചെയ്യിപ്പിച്ചു. ഓക്കെ, അദ്ദേഹം ഇന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു. 11,000 രൂപ പ്രോഫിറ്റിൽ നിൽക്കുകയാണ് ഞാൻ, എന്ത് ചെയ്യണം എന്ന്. എത്രയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ക്യാപിറ്റൽ എന്നറിയോ? അന്ന് അത് ഡിപ്ലോയ് ചെയ്തപ്പോൾ അറൗണ്ട് 50,000 റുപ്പീസിനുള്ളിലേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ബട്ട് അത് എക്സ്പയറിയോട് അടുക്കുമ്പോൾ നമുക്കത് ഒരു പ്രീമിയത്തിൻ്റെ നമുക്ക് ക്യാപിറ്റൽ ഇൻക്രീസ് നമുക്ക് റിക്വയർമെൻറ്റ് വേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒരു 2 lakhs എങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ വേണം എന്നുള്ളത്. ഞാൻ അപ്പോഴും പറഞ്ഞു ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം പ്രീമിയം നമ്മൾ സെല്ലിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. സോ ഇനിയും അത് എക്സ്പയറിയോട് അടുക്കുമ്പോൾ ടൈം ഡിക്കേ കൂടുതൽ കാരണം നമുക്ക് കൂടുതൽ പ്രോഫിറ്റിലേക്ക്, അത് അദ്ദേഹത്തിൻ്റെ 2 പൊസിഷനും പ്രോഫിറ്റിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് സ്ക്രീൻഷോട്ട് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാം, തീർച്ചയായിട്ടും ഞാനിത് കള്ളം പറയുന്നതല്ല. അതേമാതിരി ഇത് ഞാനും പരീക്ഷിച്ചു. കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് ഞാനത് ലൈവിൽ പരീക്ഷിച്ചു. എല്ലാറ്റിനും അത് സക്സസ്ഫുൾ പ്രോഫിറ്റബിൾ പൊസിഷനിലേക്ക് തന്നെയാണ് കൊണ്ടെത്തി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങളെയും എനിക്ക് അവതരിപ്പിക്കണം, നിങ്ങൾക്കും ഇതെനിക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഗുണകരമാകും. വേറെ നിങ്ങൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി അതിലേക്കൊന്നും പോയിട്ട് നിങ്ങൾ ഓവറായിട്ട് നിങ്ങൾ കാശ് കളയാതിരിക്കൂ. ഉള്ളത് ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത്തരം ഇൻസ്ട്രുമെൻറ്റ്സിന് നമുക്ക് കണ്ണിൽ പെടാതെ കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ജെംസ് ആണ് ഇതൊക്കെ. അതിന് നമുക്ക് എങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കുഞ്ഞ് സ്ട്രാറ്റജി സെറ്റപ്പിലൂടെ നമുക്ക് മാസം ഒരു വലിയ റിസ്ക് ഇല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ ഗ്യാസ് സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്ക്രീനിലേക്ക് പോകാം. അതിന് മുന്നേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവർ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ധൻ മലയാളം. ഓക്കെ, നമ്മളിപ്പോൾ ധന്നിൻ്റെ വെബ് ട്രേഡറിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. വെബ് ട്രേഡറിൽ നിന്ന് നമുക്ക് എന്താ വേണ്ടത്, ധന്നിൻ്റെ
ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ്, നമുക്ക് ഓപ്ഷൻ ട്രേഡർ എടുക്കുക. ധനിൻ്റെ ഓപ്ഷൻ ട്രേഡർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈലിൽ ഇവിടെ റൈറ്റ് സൈഡിൽ പ്രൊഫൈലുണ്ട്. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, ബിൽഡ് സ്ട്രാറ്റജീസ് ഓൺ ഓപ്ഷൻ ട്രേഡർ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോം വരും. ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്താ സ്ട്രാറ്റജി ബിൽഡറിലേക്ക് പോവുക. സ്ട്രാറ്റജി ബിൽഡറിലേക്ക് പോയിട്ട് ടോപ്പിൽ ബിൽഡ് സ്ട്രാറ്റജി 4 എന്ന് കാണും. അവിടെ നാച്ചുറൽ ഗ്യാസ് എന്നുണ്ടാവും. നാച്ചുറൽ ഗ്യാസ് ക്ലിക്ക് ചെയ്യുക. നാച്ചുറൽ ഗ്യാസ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നാച്ചുറൽ ഗ്യാസിൻ്റെ സ്ട്രെയിറ്റ് അവേ നിങ്ങൾ ഒരു സ്ട്രാറ്റജിയിലേക്ക് അല്ല പോകേണ്ടത്. നമ്മൾ ആദ്യം പരിശോധിക്കാനാണ് പോകുന്നത്, എന്താണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റിനെ സാധൂകരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെന്താ വേണ്ടത്, നമ്മൾ അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുക. നേരെ റൈറ്റ് സൈഡ് നാച്ചുറൽ ഗ്യാസ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് നേരെ റൈറ്റ് സൈഡിൽ എന്താ അടിക്കുക, അതിൻ്റെ ചാർട്ട് ട്രേഡിംഗ് വ്യൂ എന്ന് കാണാൻ കഴിയും. ആ ചാർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചാർട്ട് ഓപ്പൺ ആകും. ഇത് നാച്ചുറൽ ഗ്യാസിൻ്റെ ഫെബ്രുവരി ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത് 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ ചാർട്ടിൽ നിങ്ങൾ നോക്കൂ. ഒരു കാര്യം നിങ്ങൾ ഇതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് സിമ്പിളി പ്രീവിയസ് സെഗ്മെൻറ്റ്സ് ഇങ്ങനെ പിന്നിലേക്ക് പോവാം. നോക്കൂ, ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ ഓരോ ക്യാൻഡിലിൻ്റെ സൈസസ് ശ്രദ്ധിക്കൂ. അത് ഓവറോൾ അതിൻ്റെ എന്താ പറയുക, അപ്സ് ആൻഡ് ഡൗൺസ്, ഓവറോൾ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് ഒരു മെല്ലെ കയറി ഇറങ്ങി മെല്ലെ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള എന്താ പറയുക, ഹെവി മൊമെൻറ്റംസ് ഒന്നും നമ്മളിവിടെ കാണാൻ കഴിയുന്നില്ല. വളരെ റെയറസ്റ്റ് ഒക്കേഷനിൽ അങ്ങനെയൊന്നും പറയാനില്ല. അത് ഏതാണ്ട് ഇവിടെ എത്തിയപ്പോൾ 2024 ജനുവരി വരെ നമ്മളിതാ വന്നു കഴിഞ്ഞു. 2024 ജാനുവരി അല്ലെങ്കിൽ ഇതിലേക്ക് പിന്നിലേക്ക് പോയാലും നിങ്ങൾ നോക്കൂ, ഒരു സ്ട്രെയിറ്റ് ലൈൻ പിടിച്ചതുപോലല്ലേ ഇത് കാണുന്നത്, അല്ലേ? വലിയ അപ്സും വലിയ ഡൗൺസും കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അതിനർത്ഥം എന്താണ്, പ്രൈസിന് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക കമോഡിറ്റി, വേൾഡ് മാർക്കറ്റിൽ ഇതിൻ്റെ കമോഡിറ്റിക്ക് എപ്പോഴും ഒരു സ്റ്റേബിൾ റേഞ്ചിലാണ് ഇത് സഞ്ചരിക്കുന്നു എന്നുള്ളതല്ലേ ഒരു കീ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് കയറിയാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വലിയ വോളറ്റിലിറ്റി, അതായത് വലിയ രീതിയിൽ, മലയാളത്തിൽ എന്ന് പറഞ്ഞിട്ട് ഉടനെ ഇംഗ്ലീഷിൽ വോളറ്റിലിറ്റി എന്ന് പറയുന്നത്, ഓക്കെ, വലിയ രീതിയിൽ മുകളിലേക്കോ വലിയ രീതിയിൽ താഴ്പോട്ടേക്കോ ഒന്നും അങ്ങനെ ഒരു ഷോർട്ടർ ടൈം പീരിയഡിൽ, ഷോർട്ടർ എന്ന് പറയുന്നത് തന്നെ ഒരു ദിവസം, ഓരോ ക്യാൻഡിലും ഒരു ദിവസമാണ്. അത് തന്നെ നിങ്ങൾ നോക്കൂ, ഓരോ ക്യാൻഡിലിൻ്റെയും വലിപ്പ ചെറുപ്പം നോക്കൂ, ചെറുത്, വലിയ രീതിയിലുള്ള മൊമെൻറ്റം ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് കാണാൻ കഴിയുന്നു. ഓവർ എ പീരീഡ് എടുത്ത് വെച്ച് നോക്കൂ. ഇപ്പം മന്ത്ലി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 മന്തിൻ്റെ ക്യാൻഡിൽ എടുക്കാം. വെറുതെ ഇങ്ങനെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. 1 മന്ത് ക്യാൻഡിൽ നോക്കാം. മന്ത്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇത് നോക്കൂ, ഓരോ മാസത്തെയാണ്, ഒരു മാസത്തെ ക്യാൻഡിലാണ്. അതിൽ തന്നെ നോക്കൂ, ഈ ഒരു റീസെൻ്റ് ഇവിടെ ഒരു റീസെൻ്റ് ഏരിയയിൽ മാത്രമേ നമുക്കൊരു ചെറിയ എന്ത് കാണാൻ കഴിയുന്നുള്ളൂ, ഒരു വലിയ സ്പൈക്ക് കാണാൻ. ഇത് മന്ത്ലിയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ചുമ്മാ അങ്ങ് വരച്ചു. ഇത് ഏത് മുതൽ ഏതാണെന്ന് നോക്കൂ. ഓഗസ്റ്റ് 2021 മുതൽ അതിനുള്ളിൽ ഇവിടെ ഡിസംബർ ഫെബ്രുവരി 2024, ഏതാണ്ട് 3 വർഷത്തെ മൂവ്മെൻറ്റാണ് ഈ കാണുന്നത്. അല്ലാതെ 3 നിമിഷത്തെയോ 3 ദിവസത്തെയോ അല്ല, 3 വർഷത്തെ മൂവ്മെൻറ്റാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഓരോ ഡെയിലി വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് നിങ്ങൾക്കൊന്ന് തന്നെ അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇങ്ങടേക്ക് വന്നാലോ, നമ്മൾ ഇവിടേക്ക് വന്നാൽ ഈ ഒരു ആംഗിൾ നോക്കൂ. ഇവിടെ നിന്ന് നോക്കൂ, ഏപ്രിൽ 2023 മുതൽ ഇപ്പോഴത്തെ കറണ്ട് 26 വരെയുള്ള പീരീഡ് നോക്കൂ. വളരെ നേർത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക അപ്സ് ആൻഡ് ഡൗൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം സ്ട്രാറ്റജീസിന് നമ്മൾക്ക് എങ്ങനെ ഇതിനെ ട്രേഡബിൾ, നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കണ്ടെത്താമെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ ഗ്യാസ് ട്രേഡ് ചെയ്യാൻ നമുക്ക് MCX കമോഡിറ്റി ട്രേഡിങ്ങിലൂടെ നമുക്ക് നാച്ചുറൽ ഗ്യാസ് നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് അവൈലബിൾ എന്താണുള്ളത്, ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ഉണ്ടാവും, ഓപ്ഷൻസും അവൈലബിൾ ഉണ്ടാവും. ഏതാ, നാച്ചുറൽ ഗ്യാസിൻ്റെ. അപ്പോൾ അത് ഡെറിവേറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഡെറിവേറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്താ ചെയ്യുക, ഓപ്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം അത് ഏതോ ആയിക്കോട്ടെ, അത് സെല്ലിങ്ങും ബൈയിങ് എന്ന് പറയുന്നത്, അതിന് ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്ഷൻ ബൈ പോലെ തന്നെയാണ്. ടൈം ഡീക്കേ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓപ്ഷൻ സെല്ലിങ്ങിനും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ
ഓപ്ഷൻസിൻ്റെയും എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ അത് തന്നെ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. 1 പോയിൻ്റ്. ഇനി ഓരോ ലോട്ടെന്ന് പറയുന്നത് ഹെവി ലോട്ടുമാണ്. എന്നാൽ ഇതിൻ്റെ നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനുള്ള തുകയോ, നിങ്ങളൊരു ലോട്ട് നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ ഒക്കെ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല തുക വേണം അല്ലേ? പക്ഷേ ഇവിടെയും അത് വേണം. പക്ഷേ നമ്മളിതിനെ ഹെഡ്ജ്ഡ് പൊസിഷനിൽ നമ്മളൊരു എന്താ പറയുക, 2 ലോട്ട്, ഒരു കോളും ഒരു പുട്ടിനെയും നമ്മൾ സെല്ല് ചെയ്യാൻ നമുക്ക് രണ്ടും കൂടി ചെയ്യാനേ നമുക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ ക്യാപിറ്റൽ മതിയാകും. എന്നാൽ ഇതിൻ്റെ റിവാർഡോ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മറ്റുള്ള ഇൻസ്ട്രുമെൻസിനേക്കാൾ കൂടുതൽ റിവാർഡ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആൾക്കാരുടെ കണ്ണിൽ പെടാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് ട്രേഡേഴ്സ് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഫ്രൂട്ട്ഫുൾനെസ് മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം മേ ബി ഇതിങ്ങനെ സഞ്ചരിക്കുന്നത്, ഇതിൻ്റെ ആ ഒരു ഫ്ലോ. അപ്പോൾ ഇതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാസത്തെ പീരിയഡിൽ നിങ്ങൾ വേറെ ഒരു ട്രേഡും ചെയ്യേണ്ട. അതിനാദ്യം നിങ്ങൾ എന്ത് വേണം? പേഷ്യൻസ് വേണം. എല്ലാ ദിവസവും എനിക്ക് ട്രേഡ് ചെയ്യണം അങ്ങനെയൊന്നും വേണ്ട. ഇന്നലെ രാത്രി എന്നെ ഒരു മെമ്പർ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എൻ്റെ കയ്യിൽ 1.5 ലക്ഷം രൂപ ക്യാപിറ്റലുണ്ട്, എനിക്ക് മാസം കൂടുതലൊന്നും വേണ്ട, ആകെ എനിക്കൊരു 10,000 രൂപ മതി എന്ന് പറയും. മാസം 10,000 രൂപ, 1.5 ലക്ഷം രൂപ ക്യാപിറ്റലിൽ നമുക്ക് മാസം 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 8%, 7.5 to 8% ആണ്. ഒരു മാസം 7.5-8% ലാഭം തരുന്ന ഏത് ബിസിനസ്സുണ്ട് ഒരു മാസം? അപ്പോൾ ഒരു വർഷത്തേക്ക് പോട്ടെ, 7% ഒരു മാസമാണെങ്കിൽ ഒരു വർഷത്തേക്ക് അപ്പോൾ എത്രയായി? 84%. ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ 84% ആ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. അത് നമുക്ക് പോസിബിളാണോ? പോസിബിൾ അല്ല. അപ്പോൾ നമ്മുടെ ചിന്താഗതിയിലുള്ള പ്രശ്നങ്ങളാണത്. അതായത് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളൊരു ധാരണയുണ്ട്. അത് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ ട്രേഡേഴ്സ്, ബയ്യേഴ്സ് ഞാൻ പറയത്തില്ല, ഓപ്ഷൻ ട്രേഡേഴ്സിന് ലോസ് സംഭവിക്കാനും കാരണം. ശരി, എന്നാലൊരു പരീക്ഷണം നടത്തി നോക്കാം എന്നുള്ളത് നിലയ്ക്ക് നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക ഇൻസ്ട്രുമെൻ്റാണ് നാച്ചുറൽ ഗ്യാസ്. അതിൻ്റെ വോളറ്റിലിറ്റി എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. ഒരു പരിധിക്കപ്പുറം എന്താ ചെയ്യുക, ഹ്യൂജ് വോളറ്റിലിറ്റി ഉണ്ടാവില്ല എന്നൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ അതിന് വേണ്ടുന്നത് സിമ്പിളായിട്ട് സ്ട്രാങ്കിൾ എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്ട്രാങ്കിൾ. എന്താണ് സ്ട്രാങ്കിൾ? സ്ട്രാങ്കിൾ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എന്താ പറയുക, നോക്കൂ, ഇവിടെ നിങ്ങളിപ്പോൾ ഈ ഒരു റേഞ്ച് ബൗണ്ട് നിങ്ങൾ നോക്കൂ. റേഞ്ച് ബൗണ്ട് മുകളിൽ നിന്നും താഴ്പോട്ടേക്കും താഴെ നിന്നും മുകളിലേക്കും പോകുന്ന ഒരു റേഞ്ച്. ആ റേഞ്ചിനെ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ റേഞ്ച് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ ഒരു ഹൈയിൽ നിന്നും ഇപ്പോൾ ഈ ഒരു ലോ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോക്കൂ, ഇതിനുള്ളിലല്ലേ പ്രൈസ് നിൽക്കുന്നത്. പ്രൈസ് ഇങ്ങനെ ഇപ്പോൾ എന്താ സംഭവിച്ചിട്ട് ഒത്തിരി നാളായിട്ട് പ്രൈസ് ഇങ്ങനെ വന്നു, ഇങ്ങനെയൊന്നും വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാലല്ലേ. ഇവിടെ ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ മാത്രമാണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഇനി വീണ്ടും നമ്മളിതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഈ ഒരു പ്രൈസ് റേഞ്ച് ഏതാണ്ട് ഈ ഒരു റേഞ്ചിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അപ്പ് ആൻഡ് ഇതിൻ്റെ ഇതിപ്പോൾ 1 മന്ത് ടൈം ഫ്രെയിം നിങ്ങൾ എടുക്കുന്നു. ഇതേ സാധനം നമുക്കൊരു ഇനി അടുത്ത 1 ഡേയിൽ നോക്കാം, അല്ലെങ്കിൽ 4 hours ചാർട്ടിൽ നോക്കാം. 4 hours. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഓരോരോ പീരീഡിലുള്ള റേഞ്ച് നമുക്ക് ലഭിക്കും. 4 hours ചാർട്ട് നോക്കൂ. ഇത് നോക്കൂ, ഈ ഒരു 4 hours ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്ന പ്രൈസ് ഈ ഒരു ഹൈയും ലോയും കവർ ചെയ്തിട്ട് ഓരോ പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇതൊരു റേഞ്ച്, ഈ ഒരു റേഞ്ച് വരെ ഇവിടെ വന്നു. ഇതിനിടയിൽ പ്രൈസ് ഒന്ന് താഴെ വന്നു, പക്ഷേ അവിടെ നിന്നില്ല, തിരിച്ച് വീണ്ടും മേളിലേക്ക് കയറി. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കൂ, ഇതൊരു ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ ഗ്യാസിൻ്റെ കോൾ ഓപ്ഷൻ ബയ്യോ പുട്ട് ഓപ്ഷൻ ബയ്യോ ചെയ്താൽ എന്താ സംഭവിക്കുക? ഒന്നും ലഭിക്കത്തില്ല. എന്താ പറയുക, 2 സൈഡിൽ നിന്ന് താഴ്പോട്ടേക്ക് വരുന്നു കുറച്ച്, പിന്നെ കുറച്ച് മേൽപോട്ടേക്ക് കയറുന്നു, വീണ്ടും കുറച്ച് താഴ്പോട്ടേക്ക് വരുന്നു, വീണ്ടും കുറച്ച് മേൽപോട്ടേക്ക് കയറുന്നു. ഈ 4 hours എന്ന് പറയുന്നത് തന്നെ ഇത് നോക്കൂ, എത്ര ദിവസത്തിൻ്റെ ടൈമാണെന്ന് നോക്കൂ. ഫെബ്രുവരി 9 മുതൽ ഫെബ്രുവരി 4 hours എടുക്കണം. ഞാൻ 4 seconds അങ്ങനെ എന്തോ ആയിട്ട് നോക്കാം. ഇത് നോക്കാം.
ചെറിയൊരു ഡ്രോയിങ് മിസ്റ്റേക്കാണ്. അല്ല, ഞാൻ എടുത്ത സ്ക്രീന് ഇപ്പോൾ നോക്കൂ, ഇത് 4 hours ചാർട്ടാണ്. ഓക്കെ, ഈ 4 hours നമുക്കിവിടെ കാണാൻ കഴിയുന്ന എന്താണ്? നോക്കൂ, എത്ര കൺസോൾഡേറ്റ് ആയിട്ടാണ് നോക്കൂ മാർക്കറ്റ് നിൽക്കുന്നത്. നോക്കൂ, ഇങ്ങനെ നിങ്ങൾ ഇവിടുന്ന് ഒരു ഹൈയും ലോയും മാർക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ നോക്കൂ. ഞാനിപ്പോൾ ഈ ഒരു ഡേ, ചുമ്മാ ജസ്റ്റ് ഒരു ഡേ, November 10 ആരംഭിച്ചത്, ഇത് നോക്കൂ, February 5, November 10, December 10, January 10, February. ഓൾമോസ്റ്റ് 3 മാസത്തെ ചാർട്ടാണ് ഈ കാണുന്നത്. 3 മാസത്തെ ഡ്യൂറേഷനാണ്. 3 മാസത്തിൽ ഈ പറയുന്ന പർട്ടിക്കുലർ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ് മൂവ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഹൈ ലോ, വളരെ സ്ലൈറ്റ് മൂവ്മെൻ്റാണ്. ഇതിനിടയിൽ തന്നെ 3 എക്സ്പയറി കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ മാസത്തെ എക്സ്പയറി അടുത്ത ഓരോ മാസവും 20 നാച്ചുറൽ ഗ്യാസിൻ്റെ എക്സ്പയറി വരിക. ഓക്കെ, നമ്മുടെ MCX മാർക്കറ്റിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ എക്സ്പയറി, മന്ത്ലി എക്സ്പയറി എപ്പോഴാണ്? എല്ലാ മാസവും 20 മന്ത്ലി എക്സ്പയറി. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും അടുത്ത എക്സ്പയറി വെരി നിയർ ബൈ വരാൻ പോവാണ്. അപ്പോഴും നോക്കൂ, പ്രൈസ് എങ്ങനെയാണ് പോകുന്നത്? വളരെ ചെറിയ തോതിലാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് ബെനിഫിറ്റിന് സാധ്യത കൂടുതൽ എങ്ങനെയാണ്? സിമ്പിളായിട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് 0 ആയിട്ട് മാറും. ഒരു കാരണവശാലും ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് പോകാൻ പാടില്ല. പക്ഷേ ഓപ്ഷൻ സെല്ലിങ് 2 സെല്ല് ചെയ്യുക, 2 സെല്ല്, ഒരു കോളും സെല്ല് ചെയ്യുക, ഒരു പുട്ടും സെല്ല് ചെയ്യുക. അത് കുറച്ച് ഇങ്ങോട്ടേക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ വലുത്, കുറച്ച് ഹൈ. ഇവിടെ എന്താ നിങ്ങൾ കാണാൻ കഴിയുന്നത്? ഏറ്റവും ഹയ്യസ്റ്റ് പ്രൈസ് റേഞ്ച് പോയത് എവിടെയാണ്? ഇത് നോക്കണ്ട, ഈ ഒരു ആവറേജ് റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 380 അല്ലെങ്കിൽ 390. എന്നാൽ ലോവസ്റ്റ് ആണെങ്കിലോ എത്രയാണ്? 239 അല്ലെങ്കിൽ 240. അപ്പോൾ 380, 240. അപ്പോൾ ഈ രണ്ട്, അപ്പോൾ നമുക്ക് കോൾ സെല്ല് ചെയ്യണമെങ്കിൽ ഏത് സെല്ല് ചെയ്യുക? 380 സെല്ല് ചെയ്യുക ടോപ്പ്. പുട്ട് സെല്ല് ചെയ്യുക എത്രയാണ്? 240 ആ റേഞ്ചിൽ പുട്ടും സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ 2 സൈഡിൽ നിൽക്കുന്നു. ഒരു മന്ത്ലി ആവറേജ് റേഞ്ച്, അപ്പോൾ പ്രൈസ് മുകളിലേക്കും താഴ്പോട്ടേക്കും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ തന്നെ നിൽക്കുകയും ചെയ്യും. നമുക്ക് സെല്ലിങ്ങിൻ്റെ ഗുണം എന്താണ്? വെൻ ടൈം ഗോസ് എന്ത് സംഭവിക്കുന്നു? പ്രീമിയം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ പ്രീമിയം കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് സംഭവിക്കുന്നു? എത്ര കുറയുന്നുവോ അത്രയും നമുക്ക് പ്രോഫിറ്റിലേക്ക് വരുന്നു, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിത് സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യാം? വീണ്ടും നേരെ സ്ട്രാറ്റജി, ഞാനിപ്പോൾ അതിൻ്റെ കാരണങ്ങളെയാണ് എന്തുകൊണ്ട് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുമെന്നോ, പ്രോഫിറ്റ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളെ അട്രാക്റ്റ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. എവറി സ്ട്രാറ്റജി ബെയർസ് ഇറ്റ്സ് ഓൺ റിസ്ക്. അത് 100% ഉണ്ടാകും. സാറ് പറഞ്ഞതുകൊണ്ട് ഞാനിതെടുത്ത് ഉടനെ നഷ്ടപ്പെട്ടു പോയി എന്നൊന്നും വരരുത്. ഇതൊരു കൈൻഡ് ഓഫ്, നിങ്ങൾ എന്നാലും എന്തും സംഭവിക്കാം. ഓപ്ഷൻ മാർക്കറ്റാണ്, ഗ്ലോബൽ മാർക്കറ്റാണ്. നാച്ചുറൽ ഗ്യാസ് പോലുള്ള സംഭവങ്ങൾ ഏതാണെങ്കിലും എന്തും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മോസ്റ്റ് പ്രോബബിളി എന്താ പറയുക, സെല്ലിങ്ങിലൂടെ, അതും സ്ട്രാങ്കിൾ സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതലാക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ സ്ട്രാങ്കിൾ സ്ട്രാറ്റജി നമ്മളിപ്പോൾ നാച്ചുറൽ ഗ്യാസ് സെലക്ട് ചെയ്തു. നാച്ചുറൽ ഗ്യാസ് സെലക്ട് ചെയ്തിട്ട് അതിൽ തന്നെ നേരെ നോക്കൂ, അനലൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് പോപ്പുലർ സ്ട്രാറ്റജി എന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, സിമ്പിൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. പോപ്പുലർ സ്ട്രാറ്റജി ക്ലിക്ക് ചെയ്തിട്ട് നോൺ ഡയറക്ഷൻ, ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ, അല്ല, നോൺ ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യാം. നോൺ ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ തന്നെ സ്ട്രാഡിലുണ്ട്. സ്ട്രാഡിലും ഓക്കെയാണ്, രണ്ടും ചെയ്യാം നിങ്ങൾക്ക്. ഒന്നുകിൽ സ്ട്രാഡിൽ സ്ട്രാറ്റജി യൂസ് ചെയ്യാം, ഏത് ഷോർട്ട്, ലോങ് അല്ല ഷോർട്ട്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പഴയ ക്ലാസ്സിൽ, നിങ്ങൾക്ക് അറിയാം. ലോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബൈയിങ് സ്ട്രാറ്റജിയാണ്, ഷോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെല്ലിങ് സ്ട്രാറ്റജി ആണെന്ന് മാത്രം നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ഉണ്ട്. അതിൽ കാണിച്ചിരിക്കുന്ന എന്താണ്? ഈ ഒരു സ്ട്രാറ്റജി ബൈ ഡിഫോൾട്ടായിട്ട് നമ്മുടെ സിസ്റ്റം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് എത്രയാണ്? 51,000. മാക്സ് ലോസ് എത്രയാണ്? അൺലിമിറ്റഡ്. ബിക്കോസ് സ്ട്രാഡിൽ സ്ട്രാറ്റജി ഇത് അൺലിമിറ്റഡ് ആയിട്ട് കാണുന്നു. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ആദ്യം സ്ട്രാഡിലേക്ക് നമുക്ക് പോയി നോക്കാം. സ്ട്രാഡിൽ സ്ട്രാറ്റജി ഇൻ ബിൽഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ
നാച്ചുറലി നമുക്കിവിടെ തന്നെ എന്ത് വരുന്നു, അത് ഓപ്ഷൻ ബിൽഡറിൽ നമുക്കത് കാണാൻ കഴിയുന്നു. ഇവിടെ എന്താണ് ഈ പേ ഓഫ് ഗ്രാഫ് കാണിക്കുന്നത്? ആ പേ ഓഫ് ഗ്രാഫ് കാണിക്കുന്നത് ഈ പ്രൈസ് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഈ ഒരു ബ്ലൂ ലൈൻ, വെർട്ടിക്കൽ ലൈൻ എവിടെ നിൽക്കുന്നുവോ ഇതിനെയാണ് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് നിൽക്കുന്നത്, സ്പോട്ട് പ്രൈസ് നിൽക്കുന്നത് നാച്ചുറൽ ഗ്യാസിൻ്റെ. ഇവിടെ നിന്ന് പ്രൈസ് താഴ്പോട്ട് എക്സ്പയറി ഡേറ്റ് അന്ന്, ഏതാണ് എക്സ്പയറി? ഫെബ്രുവരി 20th ഇപ്പോഴത്തെ എക്സ്പയറി. നമ്മളിന്ന് നിൽക്കുന്നത് ഫെബ്രുവരി 10th. ഇനി ആകെ 10 ദിവസമേ ഉള്ളൂ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഈ ഒരു എക്സ്പയറി പീരീഡ് അവസാനിക്കാൻ. ഇനി 10 ഡേയ്സേ ഉള്ളൂ. ലാസ്റ്റ് ജനുവരി 20th ആരംഭിച്ച് ഫെബ്രുവരി 10th അവസാനിക്കുന്ന, ഫെബ്രുവരി 20th അവസാനിക്കുന്ന, ജനുവരി 20th സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി 20th അവസാനിക്കുന്ന എക്സ്പയറിയിൽ ഇനി ആകെ റിമൈനിങ് 10 ഡേയ്സേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ടൈം ഡീക്ക് കൂടാൻ സാധ്യതയുണ്ട്. സെല്ല് ഓപ്ഷൻസിൽ നമുക്ക് കൂടുതൽ ലാഭത്തിലേക്ക് വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ അവൈലബിളായിട്ട് നമ്മുടെ മുമ്പിൽ ഫാക്റ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്, ഇതിപ്പോൾ സ്ട്രൈക്ക് നാച്ചുറലി ഇത് തന്നെ സ്ട്രൈക്ക്. സ്ട്രാഡിൽ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രാഡിൽ സെയിം ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റിനെ തന്നെയാണ് അവിടുത്തെ കോളിൻ്റെയും പുട്ടിൻ്റെയും ഓരോ ലെഗ് സെല്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കൂ 285. എന്തുകൊണ്ടാണ് 285 വെക്കുന്നത്? നോക്കൂ കറണ്ട് മാർക്കറ്റ് സ്പോട്ട് പ്രൈസ് എത്രയാണ്? 283 നിൽക്കുന്നു. സോ അതുകൊണ്ട് അത് ബൈ ഡിഫോൾട്ടായിട്ട് 285 ഏതാ ഫെബ്രുവരി 20th എക്സ്പയറിയുടെ 285th പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിൻ്റെ കോളും ഒരു പുട്ടും എന്ത് ചെയ്തേക്കുന്നു? സെല്ല് ചെയ്തു. ഇത്രയേ ഉള്ളൂ സ്ട്രാറ്റജി. ഇതിൻ്റെ ബെനിഫിറ്റ് നോക്കൂ. അതായത് പ്രൈസിന് ഇവിടുന്ന് താഴ്ന്ന് നിങ്ങൾക്ക് 13% നാച്ചുറൽ ഗ്യാസ് ഇപ്പോൾ നിൽക്കുന്ന ഈ കാണുന്ന സ്ക്രീനിൽ നിന്നും നിങ്ങൾ നോക്കൂ. ഇതിൻ്റെ 13% നമുക്ക് എന്തായാലും ഒന്ന് മന്ത്ലി എടുത്ത് നോക്കാം. ഓക്കെ, 1 month നോക്കിയിട്ട് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ഇപ്പോൾ ഓൾറെഡി ഈ ഒരു മാസം കഴിഞ്ഞ ഒരു മാസം എത്ര പെർസെൻറ്റേജ് അത് താഴ്ന്നിരിക്കുന്നത്? 33% താഴ്ന്ന് കഴിഞ്ഞു. ഏറ്റവും ഹയ്യസ്റ്റ് ഇപ്പോൾ ഈ കാണുന്നതിൽ നമുക്ക് ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ട് കാണുന്ന ഇവിടെ ഒരു മാസമുണ്ട്. ഈ ഒരു മാസത്തെ പെർസെൻറ്റേജ് എത്രയാണ്? 39% ആണ്. അതാണ് ഹയ്യസ്റ്റ് പെർസെൻറ്റേജ്. അതിന് മുന്നേത്തെ മാസം ജനുവരി മാസം എന്താ സംഭവിച്ചത്? അത് ലോ വന്നു, പിന്നെ 57% താഴെ വന്നിട്ട് തിരിച്ച് വീണ്ടും എന്താ പറയുക, അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും വെച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിൻ്റെ ക്ലോസിങ്ങിൻ്റെയും റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ വെറും 15% ഉള്ളൂ. ബാക്കിയൊക്കെ വോളറ്റിലിറ്റിയാണ്. 100% കോളും പുട്ടും സെല്ല് ചെയ്തിരുന്നവർക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഉറപ്പായിട്ടും 2 ലെഗും പ്രോഫിറ്റിലേക്ക് വന്ന സാഹചര്യം ഉണ്ടായേനെ. ഒരു പോയിന്റ്. ഇനി ഇവിടെ ഇത് ഏറ്റവും മാക്സിമം 58 റേഞ്ചിലാണ്. ഇപ്പോൾ ഇത് ഓൾറെഡി 33% ഡൗണിലേക്ക് വന്നും കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു മന്ത്ലി സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ, മന്ത്ലി ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഇപ്പോൾ തന്നെ നല്ലോണം ഒരു ലോ വന്നു. അത് പ്രീവിയസ് സപ്പോർട്ട് സോണിലേക്ക് നിൽക്കുകയാണ്. ഈ ഒരു റേഞ്ച് നോക്കൂ, ഈ ഒരു സപ്പോർട്ട് സോണിൽ നിൽക്കുകയാണ്. ബൈ ദ വേ ഇനി ഒരു 10 ദിവസത്തിനുള്ളിൽ മേ ബി പ്രൈസ് വീണ്ടും ഇനി താഴ്പോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് പ്രൈസ് ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇനി മാക്സിമം ഇനിയൊരു 10 or 11% താഴ്പോട്ടേക്ക് വരാനും സാധ്യതയുണ്ടാകും. 22% നോക്കാം. നമുക്കിവിടെ നോക്കാം, ഇവിടുത്തെ പ്രൈസ് എത്ര പെർസെൻറ്റ് നോക്കൂ, അറൗണ്ട് 13%ഓളം ഇനിയും താഴെ വന്നാൽ പോലും നമ്മൾ എന്തിലായിരിക്കും? പ്രോഫിറ്റബിൾ പൊസിഷനിൽ തന്നെയായിരിക്കും. പക്ഷേ അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ മന്ത്ലി ചാർട്ട് നോക്കിയത് കൊണ്ടാണ്. നമ്മൾ ഡെയിലി ചാർട്ട് നോക്കൂ. ഡെയിലി ചാർട്ടിൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കൂ. ഡെയിലിയിലാവുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കാം. സോ ഇതാണ് ഡെയിലി ചാർട്ട്. ഡെയിലി ചാർട്ടിൽ ക്യാൻഡിൽസ് നോക്കൂ. ഇപ്പോൾ കഴിഞ്ഞ റീസെൻ്റ്ലി ഈ ഒരു ദിവസത്തെ ഏത് മുതലാണ്, ജനുവരി 28 മുതൽ എന്താ സംഭവിക്കുന്ന? പ്രൈസ് ഒരു അപ്പ് ആൻഡ് ഡൗൺ നോക്കൂ. ഈ ഒരു റേഞ്ച് നോക്കിയാൽ തന്നെ, പ്രീവിയസ്ലി നോക്കിയാൽ പോലും ഈ ഒരു റേഞ്ചിലാണ് പ്രൈസ് സഞ്ചരിക്കുന്നത്, അല്ലേ? അപ്രോക്സിമേറ്റ്ലി ഈ ഒരു റേഞ്ചിലാണ് സഞ്ചരിക്കുന്നത്.
സോ ഇത് വെച്ച് നോക്കിയാലും നമുക്ക് ഇനി വരാൻ പോകുന്ന 10 ദിവസത്തിനുള്ളിൽ ഭീകരമായിട്ടുള്ള ഒരു ചേഞ്ചസ് ഒന്നും സംഭവിക്കത്തില്ല. അതുപോലെ തന്നെയാണ് വരുന്ന അടുത്ത മാസങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. ഓവറോൾ എന്താ പറയുക, ഒരു 90% ഓഫ് വിന്നിങ് റേറ്റ്, അതും സെൽ സൈഡിൽ നമുക്ക് വിന്നിങ് പ്രോബബിലിറ്റി കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ട്രാറ്റജിയാണ്, എന്താ പറയുക, ഒരു ഇൻസ്ട്രുമെൻ്റാണ് നിങ്ങൾ ഈ കണ്ട നാച്ചുറൽ ഗ്യാസ്. ഇത് എന്താ നമ്മളിപ്പോൾ ഇവിടെ കണ്ട സ്ട്രാറ്റജി ഏതാണ്? സ്ട്രാഡിൽ സ്ട്രാറ്റജിയാണ്. ഇനി ഇതേമാതിരി ഇതിൻ്റെ മുകളിലേക്ക് പോയാൽ എത്രയാണ്? അതും 14% മുകളിലേക്ക് പോയാൽ നിങ്ങൾ പ്രോഫിറ്റിൽ തന്നെയായിരിക്കും. ഓൾമോസ്റ്റ് ഇതിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ അറൗണ്ട് ഇതിൻ്റെ റിക്വയർഡ് മാർജിൻ എത്രയാണ്? 1.5 lakhs കാണിക്കുന്നു. നിങ്ങൾക്ക് പ്രോഫിറ്റ് പ്രോബബിലിറ്റി നോക്കൂ, 52,000 റുപ്പീസാണ്, 33% ആണ്. അപ്പോൾ അതിന് 52,000 ഒന്നും നമുക്ക് വേണ്ട, അതിൻ്റെ പകുതി വന്നാൽ പോലും എന്തിനാ 10,000? ഇന്നലെ ചോദിച്ച ഒരാളുടെ കേസ് ഞാൻ പറഞ്ഞ മാതിരി 1.5 ലക്ഷം ക്യാപിറ്റലുണ്ട്, എനിക്ക് 10,000 കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരാൾക്ക് 90% ഓഫ് ഈ 53,000ൻ്റെ 52,000 കാണിക്കുന്നതിൽ നിന്നും അതിൻ്റെ 1/5 കിട്ടിയാൽ തന്നെ നമുക്ക് നമ്മുടെ ആ പറഞ്ഞ 10,000 റുപ്പീസ് ടാർഗറ്റ് നമുക്ക് സുഖമായിട്ട് ഇത് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ലഭിക്കുമെന്നോ ഗ്യാരൻറ്റിയെന്നോ ഒന്നും ഞാൻ പറയില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഡിസ്ക്ലൈമറായിട്ട് കൺസിഡർ ചെയ്യുക. എവറി സ്ട്രാറ്റജി ബേസ് ഇറ്റ്സ് ഓൺ റിസ്ക്. ഓക്കെ, സോ ബട്ട് റിവാർഡ് റേഷ്യോ, റിസ്ക് എടുക്കുന്നതിനുള്ള നമ്മുടെ ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മൾ ലോസ് വരാത്ത രീതിയിൽ നമ്മൾക്ക് തിരിച്ച് കയറി വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. ഇനി ഇത് തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ സ്ട്രാങ്കിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഒരു പോയിന്റിൽ ATMൽ നിന്നും ATMൻ്റെ കോളും ATMൻ്റെ പുട്ടും നമ്മൾ സെല്ല് ചെയ്ത് കാണുമ്പോൾ പേ ഓഫ് ഗ്രാഫ് ഇങ്ങനെ കാണുന്നു. ഇനി ഇതിനെ തന്നെ രണ്ട് സൈഡിലും, അതായത് ഇപ്പോൾ നോക്കൂ, ഒരേ ATMൻ്റെ കോളും പുട്ടും എന്നാണ് ഇവിടെ കാണുന്നത്. ഇതിനെ സ്ട്രാങ്കിളാക്കി മാറ്റിയാലോ? ഷോർട്ട് സ്ട്രാങ്കിൾ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്താ, അതിനെ വീണ്ടും നമുക്ക് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ ഇവിടെ ലഭിക്കും. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു റേഞ്ച്, അതായത് അറൗണ്ട് 4 to 5% ഉള്ളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇനി വരാൻ പോകുന്ന 10 ദിവസത്തിനുള്ളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത് സഞ്ചരിച്ചാൽ പോലും നമ്മൾ എത്ര രൂപ, നമുക്ക് അറൗണ്ട് 35,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കും. നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ്? അതേ 1,55,000 റുപ്പീസ് തന്നെയാണ് നമ്മുടെ റിക്വയർഡ് ക്യാപിറ്റൽ. ഓക്കെ, എന്നാലോ ഇനി അതിൻ്റെ വിത്ത് നോക്കൂ. ഇതാണ് എൻ്റെ പേ ഓഫ് ഗ്രാഫിൽ നമുക്ക് നിയർലി നമ്മുടെ പ്രൊട്ടക്ഷൻ 15% അപ്സൈഡ്, 14% അല്ലേ, 14% ഡൗൺ സൈഡിലേക്ക് പോയാലും നമ്മൾ പ്രോഫിറ്റബിൾ പൊസിഷനിൽ തന്നെയായിരിക്കും നമ്മൾ എൻഡപ്പ് ചെയ്യുക. പക്ഷേ ഈ സ്ട്രാറ്റജി എക്സ്പീരിയൻസ് ചെയ്തവർ സോഫാർ ഇതുവരെ അവരുടെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ എൻ്റെ തന്നെ ആസ് എ ട്രേഡർ എന്നുള്ള അഭിപ്രായത്തിൽ, എനിക്കിത് എല്ലായ്പ്പോഴും വിന്നിങ് മാത്രമേ തന്നിട്ടുള്ളൂ. പരാജയം എന്നൊരു സാധനം ഈ സ്ട്രാറ്റജി തന്നിട്ടില്ല. ഞാൻ ഏതാണ്ട് 4-5 പ്രാവശ്യം ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തു. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഓപ്പൺ പൊസിഷൻ ഉണ്ട് ഈ സ്ട്രാറ്റജി. ഓക്കെ, നിങ്ങൾ ഒന്നുകിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രാഡിലോ അല്ലെങ്കിൽ ഏതാണ് ഷോർട്ട് സ്ട്രാഡിൽ അല്ലെങ്കിൽ ഷോർട്ട് സ്ട്രാങ്കിൾ, രണ്ടും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ടെക്നിക്കൽ അനാലിസിസൊക്കെ അറിയുന്നവർ കുറച്ചും കൂടി ഒരുപാട് കൂടുതൽ നിങ്ങളുടെ എന്താ പറയുക പ്രൊഫൈൽസ്, വോളിയം പ്രൊഫൈൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക RSI, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കുക. ലോങ്ങർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബെറ്റർ, അപ്പോൾ നിങ്ങൾ മന്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ ഫെബ്രുവരി 20th ഇത് അവസാനിക്കുന്നു, അത് കഴിഞ്ഞ് 21st ഓൺവേർഡ്സ് നിങ്ങൾ, അപ്പോൾ നമുക്ക് ഏത് മാസത്തെ എക്സ്പയറി ആയിരിക്കും? അടുത്ത മാസത്തെ മാർച്ച് മാസത്തെ എക്സ്പയറി ആയിരിക്കും നമുക്ക് ലഭിക്കുക. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്താ പറയുക, നേരത്തെ ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പതുക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് വരാൻ സാധ്യതയുണ്ടാകും. ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് കുറവായിരിക്കും. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ ഈ സ്ട്രാറ്റജിയെ പറ്റി നല്ലോണം റിസർച്ച് ചെയ്യാൻ ശ്രമിക്കൂ. റിസർച്ച് ചെയ്തിട്ട് ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, ഇതിൽ നിന്നും ഒരു ഇൻസൈറ്റ് ലഭിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.